2026 എന്ന് പറയുന്ന പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം 2025 പോലെ തന്നെ പുതിയൊരു വർഷം എന്നൊരു കോൺസെപ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയാണോ? നിങ്ങളൊരു PSC ആസ്പിറന്റിൽ നിന്ന് ഒരു ഓഫീസർ എന്നുള്ള രീതിയിലേക്ക് മാറേണ്ട വർഷമാണ് 2026. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? തീർച്ചയായിട്ടും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയായിരിക്കും അല്ലെ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് പരീക്ഷകൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്, അതൊക്കെ മാസങ്ങൾക്ക് അപ്പുറമാണ് നിൽക്കുന്നത്. അപ്പൊ അത്രയും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്രെയിനിന് ഒരു റോഡ് മാപ്പ് ആവശ്യമാണ്. ആ റോഡ് മാപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റീസെന്റ് നിങ്ങൾ കുറെ വീഡിയോകളിൽ വിഷൻ ബോർഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. അതായത് നമുക്ക് വരും വർഷങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം, അതിപ്പോ നമ്മുടെ കരിയർ വൈസ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഫൈനാൻഷ്യൽ സ്റ്റേറ്റസിന്റെ കാര്യത്തിലാണെങ്കിലും ഏതൊരു കാര്യത്തിലും നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഗോളുകളെ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ വിഷൻ ബോർഡ്. നമുക്ക് എന്തുകൊണ്ട് ഒരു PSCയുടെ വിഷൻ ബോർഡ് ഉണ്ടാക്കിക്കൂടാ? അതായത് 2026 നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷകളിൽ ഏതിനെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, ഏതിലേക്കാണ് നമ്മൾ എത്തപ്പെടുന്നത് എന്നുള്ളൊരു വിഷൻ ബോർഡ് നമുക്ക് തയ്യാറാക്കാം. അപ്പൊ റെഡിയല്ലേ? അപ്പൊ എന്താണ് വിഷൻ ബോർഡ് തയ്യാറാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് മുന്നൊരുക്കങ്ങൾ നടത്തണം. ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ഒന്ന് ഓഡിറ്റ് ചെയ്യണം. അതായത് ഇതിന് മുൻപുണ്ടായിരുന്നു, ഇപ്പൊ നിങ്ങൾ കുറെ കാലമായിട്ട് ഇങ്ങനെ PSCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനു മുൻപ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോയത്? നിങ്ങൾ ഡെയിലി പഠിക്കായിരുന്നോ? നിങ്ങൾ വീക്ക്ലി റിവൈസ് ചെയ്യായിരുന്നോ? നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുക്കായിരുന്നോ? PYQകൾ അറ്റൻഡ് ചെയ്ത് നോക്കുമായിരുന്നോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് സെൽഫ് അസസ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ഒരു പ്രിപ്പറേഷൻ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകണം. ഡെയിലി നമ്മൾ പഠിക്കണം, വീക്ക്ലി നമ്മൾ റിവൈസ് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം, PYQ പ്രാക്ടീസുകൾ നടത്തണം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ മുൻ വർഷങ്ങളിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് അസസ് ചെയ്യുക, ഒന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് ആ ഓഡിറ്റിംഗ് തന്നെയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ കോർ വാല്യൂസിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അതായത് പഠിക്കാനിരിക്കുന്ന സമയങ്ങളെ നിങ്ങൾ എത്രത്തോളം കൂടുതൽ പ്രയോജനപ്രദമാക്കുന്നു. നിങ്ങളിപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ പഠിക്കാനിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ സമയത്തെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ? ഇനി ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് എളുപ്പമുള്ളത്, ഇനി ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പാടുള്ളത്, പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്നത് ഏതൊക്കെയാണ്, നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു ഏരിയ ഉണ്ടാവും അല്ലെ, നിങ്ങൾ അല്ലെങ്കിൽ ലെസ് കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കോർ ഏരിയാസിനെ ഒക്കെ നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പൊ നമ്മൾ നമ്മുടെ ലൈഫിനെ അല്ലെ, നമ്മുടെ ഒരു പ്രിപ്പറേഷൻ ലൈഫിനെ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയെ നമ്മൾ ഓഡിറ്റ് ചെയ്തു, നമ്മുടെ കോർ ഏരിയാസിനെ നമ്മൾ അനലൈസ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മുടെ പുതിയ വർഷത്തിലേക്കുള്ള ഗോളുകളെ നിങ്ങൾ സെറ്റ് ചെയ്യണം. ഇപ്പൊ നമുക്കറിയാം ഡിഗ്രി ലെവലിലേക്ക് വേണ്ടിയിട്ട് ഒരു 7ഓളം നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുണ്ട്. VFA വന്നു, BEFCOLD വന്നു, അതുപോലെ ഫോഴ്സ് ലെവൽ പരീക്ഷകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പരീക്ഷകളാണ് മാസങ്ങൾക്കപ്പുറം നമ്മളെ കാത്തു നിൽക്കുന്നത്. സോ നിങ്ങൾ ആ ഗോള് സെറ്റ് ചെയ്യുക. ഇതിൽ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഇപ്പൊ കമ്പനി ബോർഡ് LGSഉം കമ്പനി ബോർഡ് അസിസ്റ്റന്റും ഒക്കെ പോലുള്ള വലിയ വലിയ പരീക്ഷകളാണ് വരാനിരിക്കുന്നത്. ധാരാളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന പരീക്ഷകളാണ് വരാനിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എയിം ചെയ്യുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇപ്പൊ നമ്മൾ ഇത്രയും എക്സാംസ് ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ മൈൻഡിൽ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലെ. കുറെ പേർക്ക് യൂണിഫോം പോസ്റ്റുകളോടായിരിക്കും ഇഷ്ടം. ആ കാക്കി കുപ്പായത്തിൽ ഒന്ന് വന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. ചിലർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളോടായിരിക്കും താല്പര്യം. ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അങ്ങനെയുള്ള പോസ്റ്റുകളെ ലക്ഷ്യം വെച്ചിരിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും. അപ്പോ ഏതായാലും നിങ്ങളുടെ ആ ഒരു എയിം ചെയ്യുന്ന, നിങ്ങൾ ഗോളാക്കി വെച്ചിരിക്കുന്ന പോസ്റ്റിനെ ആദ്യം ഡിസൈഡ് ചെയ്യുക. അതാണ് മൂന്നാമത്തെ സ്റ്റേജ്. അപ്പൊ ഈ 3 സ്റ്റെപ്പുകളും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷൻ ബോർഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ്. ഇതിന് നിങ്ങൾ വലിയ മെനക്കെട്ട കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ഇപ്പൊ നമ്മൾ AI യുഗത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് ChatGPTയുടെയോ ജെമിനിയുടെയോ ഒക്കെ സഹായം ഇതിന് വേണ്ടിയിട്ട് തേടാവുന്നതാണ്. കൃത്യമായ രീതിയിൽ നമ്മൾ പ്രോംപ്റ്റ് കൊടുത്താൽ മതിയാവും. ഇനി അത്രയും ടെക്നിക്കൽ സ്കില്ല് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഒരു ചാർട്ട് പേപ്പർ, 5 രൂപയുടെ ഒരു ചാർട്ട് പേപ്പർ മതി നമ്മുടെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാനായിട്ട്. ഒരു ചാർട്ട് പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പർ എടുക്കുക. അതിന്റെ ഒത്ത നടുഭാഗത്തായിട്ട് നിങ്ങൾ നേരത്തെ തീരുമാനിച്ച ഗോൾ ഉണ്ടല്ലോ അതങ്ങ് എഴുതി വെക്കുക. 2026 ഈ പരീക്ഷയിൽ, കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ ഇത്രാമത്തെ റാങ്കിൽ ഞാൻ ഉണ്ടാകും എന്നുള്ളതിനെ സെറ്റ് ചെയ്ത് വെക്കുക. എന്തിനാ ഇങ്ങനെ ചെയ്ത് വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടീഷൻ ചെയ്യുന്നിടത്ത് അതിനനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ബ്രെയിനിന് എപ്പോഴും ഒരു ഫ്യൂവല് കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇന്നതാണ് എൻ്റെ ഉദ്ദേശം, ഇതിലേക്കാണ് ഞാൻ എത്തേണ്ടത് എന്നുള്ള ഒരു GPS അത് നമ്മുടെ ബ്രെയിനിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാദ്യം ആ പേപ്പറിന്റെ ഒത്ത നടുക്കായിട്ട് നിങ്ങൾ എഴുതി വെക്കുക. ഇനി അതിന്റെ ചുറ്റുപാടും, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കും പദസൂര്യനൊക്കെ നിർമ്മിച്ചിട്ടില്ലേ, അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് എന്നുള്ളതിനെ
നിങ്ങൾ അവിടെ പിക്ചറുകളായിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നോക്കുക. അതായത് നിങ്ങളുടെ ഒരു ഫോട്ടോ, നിങ്ങൾ ആ നീല ടാഗ്, നമ്മളൊക്കെ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക അല്ലെ, ആ ഗവൺമെന്റ് ജോലിയുടെ നീല ടാഗ് ഇട്ടുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന ഒരു ഫോട്ടോ, നമുക്ക് അതിന് ഈ പറയുന്നത് പോലെ തന്നെ AI വെച്ചിട്ടൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാം. നമ്മൾ ജെമിനിയിലൊക്കെ നാനോ ബനാന ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇമേജുകൾ ജനറേറ്റ് ചെയ്യുന്ന കാലത്താണ് ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ നീല ടാഗ് ഇട്ടുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന ഒരു ഇമേജ് ജനറേറ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആ ഓഫീസർ ഡെസ്കിൽ നിങ്ങൾ ഇരിക്കുന്ന, നിങ്ങളുടെ നെയിം ടാഗ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ആ ഓഫീസർ ഡെസ്കിൽ ഇരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കുക. ID കാർഡിന്റെ ഒരു മോക്ക് രൂപം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ ഗവൺമെന്റ് ഓഫ് കേരളയുടെ എംബ്ലം ഒക്കെ വെച്ച്, നിങ്ങളുടെ ഫോട്ടോ വെച്ച്, നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസർ ആണെന്നൊക്കെ കാണിക്കുന്ന രീതിയിൽ ഒരു ID കാർഡ് നമുക്ക് ഈ പറയുന്നത് പോലെ AI ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് അതിനെ പേസ്റ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഭാവിയിൽ വരാൻ പോകുന്ന നിങ്ങളുടെ സാലറി ഇല്ലേ, നമ്മളെല്ലാവരും അതിനു വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത് അല്ലെ, മെജോറിറ്റി ആളുകളും അതിനെയാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ആ സാലറി സ്ലിപ്പിന്റെ ഒരു മാതൃക എടുത്തങ്ങോട്ട് വെക്കുക. നമുക്കൊരു ഊർജ്ജമാണ് ശരിക്കും പറഞ്ഞ, ഇത്രയും സാലറി കിട്ടുന്ന ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അത് നമ്മളെ വീണ്ടും വീണ്ടും നമുക്ക് ആ ഒരു സ്പിരിറ്റ്, ആ ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്ന കാര്യം. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ സാലറി സ്ലിപ്പിന്റെ ഒരു മാതൃക, നമ്മുടെ ID കാർഡിന്റെ ഒരു മാതൃക, ID കാർഡ് ഇട്ട് നമ്മൾ നിൽക്കുന്ന ഒരു ഫോട്ടോ, അല്ലെങ്കിൽ നമ്മൾ ആ ഓഫീസർ ഡെസ്കിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പേപ്പറിന്റെ ഓരോരോ കോർണറുകളിലായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതിനെയും ഒരു സൈഡിൽ വെക്കുക. ഇനി ഈ വിഷൻ ബോർഡിന്റെ ഒരു ഭാഗം നിങ്ങൾ എംപ്റ്റി ആക്കി വെക്കണം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയുമോ? ഈ വിഷൻ ബോർഡ് അനുസരിച്ച് എന്തായാലും നമ്മൾ പ്രവർത്തിക്കും. എന്നും രാവിലെ നമ്മൾ എണീറ്റ് ആദ്യം നോക്കേണ്ടത് ഈ വിഷൻ ബോർഡിലേക്കാണ്. ഇതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. ഇത് പ്രവർത്തിച്ചു കഴിഞ്ഞ് നമ്മൾ പരീക്ഷ എഴുതി നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്ന് നമുക്ക് അഡ്വൈസും അപ്പോയിന്റ്മെന്റ് ലെറ്ററും വരുന്ന ഒരു ദിവസം ഉണ്ടായിരിക്കും. ആ അഡ്വൈസ് മെമ്മോ അല്ലെങ്കിൽ ആ അപ്പോയിന്റ്മെന്റ് ലെറ്റർ സ്റ്റിക്ക് ചെയ്യാനുള്ള ഒരു എംപ്റ്റി സ്പേസും കൂടി നിങ്ങൾ നിങ്ങളുടെ വിഷൻ ബോർഡിൽ ഒഴിച്ചു നിർത്തണം. അതായത് ഇത്രയും ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇത്രയും സ്ട്രഗിൾസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മുടെ എൻഡ് റിസൾട്ടിലേക്ക് നമ്മൾ വന്നു, ഈ വർഷത്തിന്റെ അവസാനം നമ്മൾ എത്തി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പേസും കൂടി നിങ്ങൾ മാറ്റിവെക്കണം എന്നുള്ള കാര്യം കൂടെ. അപ്പൊ നമ്മൾ എന്താണ് വിഷൻ ബോർഡിൽ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ ബ്രെയിനിന് ഒരു ഫ്യൂവൽ കൊടുക്കുകയാണ്, നമ്മുടെ ബ്രെയിനിനെ നമ്മളൊന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പോവാണ്. ഇനി വരും ദിവസങ്ങളിൽ എൻ്റെ റൂട്ട് മാപ്പ് ഇതാണ്, ഞാൻ ഇതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ എൻഡ് ഗോൾ എന്ന് പറയുന്നത് ഇതാണ്, എനിക്ക് ഇന്ന ജോലി കിട്ടുക എന്നുള്ളതാണ് എന്നുള്ള രീതിയിൽ അതിനെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ചെയ്ത് വെക്കുക. അതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന് ഒരു കഴിവുണ്ട്, നമ്മൾ ഈ പറയുന്നതിനേക്കാൾ അധികം വിഷ്വലൈസ് ചെയ്യുന്നതിനെ പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ ഉള്ളിലേക്ക് എടുക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും. നമ്മൾ ഈ കണ്ട സിനിമകളൊക്കെ, കണ്ട കാഴ്ചകളൊക്കെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ബ്രെയിൻ അങ്ങനെ ഒരു കഴിവുണ്ട്. അത് സൈക്കോളജിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്ന കാര്യം പ്രവർത്തിക്കുന്നത്. അപ്പൊ ബ്രെയിനിന് ഒരു ഫ്യൂവലാകുന്ന ഒരു ടൂളാണ്, ഒരു ഉപകരണമാണ് നമ്മുടെ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ആ വിഷൻ ബോർഡ് അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഞാനിത് പറഞ്ഞു എന്ന് കരുതിയിട്ട് കുറെ ആളുകൾ എന്ത് ചെയ്യും, വിഷൻ ബോർഡ് ഒക്കെ പോയി സെറ്റ് ചെയ്യും, എന്നിട്ട് അത് അവിടെ മാറ്റി വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, അത് എല്ലാ വർഷവും നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്നതിന്റെ വേറൊരു പതിപ്പായിട്ട് മാറുള്ളൂ. വിഷൻ ബോർഡ് സെറ്റ് ചെയ്താൽ കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കാനും പ്രവർത്തിക്കാനും തയ്യാറാകണം. നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഒരു കോർ ഏരിയാസ്, നിങ്ങൾക്ക് സ്ട്രെങ്ത് ആയിട്ടുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണ്, നിങ്ങൾ വീക്കായിരിക്കുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡെയിലി ടൈം ടേബിൾ നിങ്ങൾക്ക് ഉണ്ടാകണം. വീക്ക്ലി റിവൈസ് ചെയ്യാനായിട്ട് ഒരു ഫോർമാറ്റ്, കൃത്യമായിട്ടുള്ള ഒരു റിവിഷൻ പാറ്റേൺ നിങ്ങൾക്ക് ഉണ്ടാകണം. മോക്ക് ടെസ്റ്റുകളെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാകണം അല്ലെ, നമ്മുടെ സമയത്തിനും നമ്മുടെ സൗകര്യത്തിനും നമ്മുടെ എന്താ പറയുന്നത്, നമുക്ക് പാടുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈസിയുള്ള സബ്ജക്റ്റ് ഇതൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കണം, നമ്മുടെ സിലബസ് വെച്ചിട്ട് തന്നെ. ഈ സ്റ്റഡി ടൈം ടേബിളിനെയും ഈ വിഷൻ ബോർഡിനോട് തന്നെ അറ്റാച്ച് ചെയ്ത് വേണം നിങ്ങൾ വെക്കാൻ. എന്നും എപ്പോഴും നിങ്ങളുടെ ശ്രദ്ധ പതിയുന്ന ഒരു സ്ഥലത്ത് വേണം ഈ വിഷൻ ബോർഡിനെ പ്ലേസ് ചെയ്യാൻ. ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും ഉപയോഗിക്കുന്നത് എന്താണ്? നമ്മുടെ ഫോണാണ്. ഫോണിന്റെ വാൾപേപ്പർ ആക്കി വെച്ചു. നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫോണിന്റെ വാൾപേപ്പർ ആക്കിക്കോ. എപ്പോഴും ഫോൺ ലോക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിത് കാണാൻ പറ്റണം. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസത്തിന്റെ ഭൂരിഭാഗം സമയവും നമ്മൾ ഇത് കണ്ടുകൊണ്ടേയിരിക്കണം. അപ്പൊ കണ്ടുകൊണ്ടിരിക്കും തോറും നമ്മൾ എന്ത് ചെയ്യും, ഇത് ചെയ്യണം എന്നുള്ളൊരു ഒരു ആഗ്രഹം, ഒരു താല്പര്യം നമ്മുടെ മനസ്സിൽ വരും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്നത്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതൊക്കെ ഒരു 50-60% ചെയ്യുന്നുള്ളൂ. ബാക്കി 40% ഇടേണ്ടത് ആരാണ്? നമ്മളാണ്. നമ്മൾ നന്നായിട്ട് എഫേർട്ട് എടുത്ത്, നമ്മൾ നന്നായിട്ട് ആഗ്രഹിച്ച് കഠിനമായിട്ട് പരിശ്രമിച്ച് മുന്നോട്ട് പോകണം. പൗലോ കൊയ്ലൊക്കെ പറഞ്ഞു വെച്ചത് നമുക്കറിയാം, വീണ്ടും പറയേണ്ട കാര്യമില്ല അല്ലെ. പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും, നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് പരിശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ. അപ്പോൾ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക. ആദ്യം പോയിട്ട് PSCക്ക് വേണ്ടിയിട്ട് ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ സ്റ്റഡി ടൈം ടേബിള്, നിങ്ങളുടെ സിലബസ്, നിങ്ങൾ തയ്യാറെടുക്കാൻ പോകുന്ന പരീക്ഷകള്, ഈ പരീക്ഷകളൊക്കെ ഏതേത് മാസങ്ങളിൽ വരാൻ പോകുന്നു എന്നുള്ളൊരു ടെൻറ്റേറ്റീവ് ആ ഒരു സമയം
അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആ ടാഗും ഇട്ടിരിക്കുന്ന ഫോട്ടോ, നിങ്ങളുടെ അഡ്വൈസ് മെമ്മോ സ്റ്റിക്ക് ചെയ്യാനുള്ള സ്ഥലം, ഇതെല്ലാം നിർത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക, ഉഷാറായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. പിന്നെ ഒരു ബോണസ് ടിപ്പും കൂടെ പറയാം. പഠിക്കാനിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങളൊരു 50-10 റൂൾ എപ്പോഴും നോക്കുക. അതായത് ഒരു 50 മിനിറ്റ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അടുത്ത 10 മിനിറ്റ് നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക. നിങ്ങളൊന്ന് ഇറങ്ങി ഒന്ന് നടക്കുക, മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൊന്ന് എൻഗേജ്ഡ് ആവുക, ചിലപ്പോൾ ഒരു ബുക്കിന്റെ 2 പേജ് വായിക്കുക, ഏറ്റവും പ്രിയപ്പെട്ട ആരോടെങ്കിലും ഒക്കെ ഒന്ന് സംസാരിക്കുക. ഇങ്ങനെ മൈൻഡിനെ ഒന്ന് റിലാക്സ്ഡ് ആക്കി വെച്ചിട്ട് വീണ്ടും അടുത്ത ഒരു ടേമിലേക്ക് നിങ്ങൾ പഠിക്കാനായിട്ടിരിക്കുക. അപ്പൊ 50-10 റൂൾ എന്ന് പറയുന്ന ആ ഒരു റൂള് നിങ്ങൾ കീപ്പ് ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ റിവിഷൻ ചെയ്യാൻ മറന്നു പോകരുത്, നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എടുക്കാനും മറന്നു പോകരുത്. ഈ 2 കാര്യങ്ങൾ ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നതിന്റെ കാരണം തന്നെ ഇത് രണ്ടുമാണ്. നിങ്ങൾ ടോപ്പേഴ്സിന്റെ ഒക്കെ ആ ഒരു ഇന്റർവ്യൂകളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് അവർ അറ്റൻഡ് ചെയ്ത മോക്ക് ടെസ്റ്റുകളെ കുറിച്ചും റിവൈസ് ചെയ്യാൻ അവരെടുത്ത സമയത്തെക്കുറിച്ചുമാണ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ ജീവിത കഥകൾ കാണുമ്പോൾ നമ്മൾ അതിനെ അതുമായിട്ട് റിലേറ്റ് ചെയ്യും. നമുക്കൊരു കുറച്ചുകൂടെ എംപത്തറ്റിക്കൽ ആവാനുള്ള ഒരു കഴിവ് മനുഷ്യന്മാർക്കുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സക്സസ് സ്റ്റോറീസ് കാണുക. ഈ നെഗറ്റീവായിട്ടുള്ള കഥകൾ കേൾക്കാതെ, നെഗറ്റീവായിട്ടുള്ളത് കാണാതെ എന്ത് ചെയ്യുക, സക്സസ് സ്റ്റോറീസ് കാണുക. ജീവിതത്തിൽ വിജയിച്ചവരുടെ കഥകൾ, ജീവിതത്തിൽ വിജയിച്ചവരുടെ അനുഭവങ്ങൾ വായിക്കുക. ഒന്നും വേണ്ട, PSC റാങ്ക് ലിസ്റ്റിൽ വളരെ സ്ട്രഗിൾ ചെയ്ത്, നമ്മളെക്കാൾ അധികം സ്ട്രഗിൾ ചെയ്ത് PSC റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ കുറെ ആളുകളുണ്ട്. അവരുടെ സക്സസ് സ്റ്റോറീസ് വായിക്കുക, അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള വീഡിയോസ് കാണുക. നമുക്കിപ്പോൾ ഒരു ഊർജ്ജം, എന്തെന്നില്ലാത്തൊരു ഊർജ്ജം നമുക്ക് വരും. അപ്പൊ 2026 എന്ന് പറയുന്ന വർഷം 25 എന്ത് നടന്നു എന്നുള്ളത് പാസ്റ്റ് ഇസ് പാസ്റ്റ്, അവിടെ കളഞ്ഞേക്കുക. നമ്മൾ പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി നമുക്ക് വരാനിരിക്കുന്നതൊക്കെ നല്ലതാണ് എന്ന് കരുതുക. നമ്മൾ ആഗ്രഹിച്ച പോസ്റ്റിലേക്ക് നമ്മൾ എത്തുന്ന വർഷമാണെന്ന് കരുതുക. ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചോളുക. എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ, നല്ല ദിനങ്ങളാകട്ടെ, നിങ്ങളുടെ വിജയത്തിന്റെ ദിനങ്ങളാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.